നമുക്ക് ഇന്നൊരു ടു ഡു ആപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു index.html ഫയൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ബേസിക് HTML ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഷിഫ്റ്റും നമ്പർ 1 കീയും ഞെക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ എക്സ്ക്ലമേഷൻ ഈ ഒരു സിമ്പിൾ കിട്ടും. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTML ബേസിക് ടാഗ് ഒരു ടെംപ്ലേറ്റ് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് style.css ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ script.js ഫയലും ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് ഫയൽസ് നമുക്ക് HTMLലേക്ക് ലിങ്കും ചെയ്യാം. ഇത് ഹെഡിൽ കൊടുത്തു ആൻഡ് സ്ക്രിപ്റ്റ് ടാഗ് നമുക്ക് ബോഡിയിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് റെഡിയായി script.js. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു കണ്ടെയ്നർ കൊടുക്കുകയാണ്. കണ്ടെയ്നറിൻ്റെ ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ ടു ഡു കണ്ടെയ്നർ കൊടുത്തു. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു h1 ടാഗ് കൊടുക്കാം. ഓക്കെ, h1 ടാഗിൽ നമുക്ക് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തു. എന്താ വരാത്തത് നോക്കട്ടെ. ഓക്കെ, വന്നു. ഇനിയിപ്പം നമുക്ക് അടുത്ത ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡിവും കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതിന് നമുക്ക് ടു ഡു ഇൻപുട്ട് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം എൻ്റെ ക്ലാസ്. ബേസിക്കലി അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡും ഇൻപുട്ട് ഫീൽഡും അതുപോലെ ആഡ് ബട്ടണും അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതെല്ലാം ഷോർട്ട് കട്ടാണ്. അതിന് ഡോട്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ VS കോഡിൻ്റെ ഷോർട്ട് കട്ടാണ്. നമുക്ക് ആ ഡിവ് ക്ലാസ് നെയിമുള്ള ഡിവ് നമുക്ക് കിട്ടും. ഹാഷ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ID വെച്ചിട്ടുള്ള ഡിവ് ക്രിയേറ്റ് ആകും. ഓക്കെ, അപ്പം ഞാനിത് കൊടുത്തു. ഇനി നമുക്കൊരു ഇൻപുട്ട് ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ടൈപ്പ് ടെക്സ്റ്റ്, ഒരു ID കൊടുക്കാം. ID നമുക്ക് ടു ഡു ഇൻപുട്ട് കൊടുക്കാം. ഓക്കെ, പ്ലേസ് ഹോൾഡറിനകത്ത് ആഡ് ടാസ്ക് എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ സാധനം വന്നിട്ടുണ്ട്. അടുത്താണ് ബട്ടൺ. നമ്മൾ എന്ത് ചെയ്യണം? ബട്ടൺ ആഡ് കൊടുത്തു. അതിനകത്ത് ID കൊടുക്കാം. ID ആഡ് ടു ഡു. അങ്ങനെ ബട്ടൺ റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ വൺസ് ഈ ടാസ്ക് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു അൺഓർഡർഡ് ലിസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഒരു UL ടാഗ് ക്രിയേറ്റ് ചെയ്തു. അതിന് നമുക്ക് ID എന്ന് കൊടുക്കാം. ടു ഡു ലിസ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ LI ടാഗ് ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ സ്ക്രിപ്റ്റ് ഫയലിൽ നിന്ന് ജാവാസ്ക്രിപ്റ്റ് വെച്ച് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ എന്താണോ കണ്ടന്റ് അതിവിടെ നമുക്ക് ഓരോരോ LI ടാഗായിട്ട് ആഡ് ആകും. അതിൻ്റെ ആ ടാസ്കിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഡിലീറ്റ് ബട്ടണും വെക്കും. അതിൻ്റെ താഴെ തന്നെ നമുക്ക് P ടാഗിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതായത് നമ്മളിപ്പം ഇൻ കേസ് ഇപ്പോൾ ഒരു ടാസ്കും ഇല്ലെങ്കിൽ നോ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ HTML വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് സ്റ്റൈലിംഗ് വേണമെങ്കിൽ ആവണ ലാസ്റ്റ് ചെയ്യാം. നമുക്ക് സ്ക്രിപ്റ്റിലേക്ക് പോകാം. ഇതിൻ്റെ ഫങ്ഷനാലിറ്റി ചെയ്യാം. അപ്പോൾ ഫങ്ഷനാലിറ്റി വെച്ചാൽ വളരെ സിമ്പിളാണ്. അതായത് ഞാനിവിടെ ഇപ്പോൾ ഒരു ബൈ എ ഗ്രോസറി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് കൊടുത്തു. ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സൈഡിൽ ഡിലീറ്റ് ബട്ടൺ കാണണം. ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആഡ് ചെയ്ത് ടാസ്ക് പോകണം. അതിനിപ്പോൾ ഒരു ടാസ്ക് ആഡ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് കാണിക്കണം. ഇനി എന്തെങ്കിലും ടാസ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജ് ഹൈഡ് ചെയ്യണം. ഇത്രയാണ് നമുക്ക് ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ നമുക്ക് ഈ ഡിവ് എല്ലാം നമുക്ക് ക്വയറി സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇൻപുട്ട് ഫീൽഡ് തന്നെ എടുക്കാം. ഓക്കെ, അപ്പം ടു ഡു ഇൻപുട്ട് കൊടുക്കാം. ടു ഡു ഇൻപുട്ട് ഈക്വൽസ് ഡോക്യുമെന്റ് ഡോട്ട്
query selector of നമ്മളെപ്പോഴും ക്ലാസ് നെയിം ഐഡി എല്ലാം നേരെ കട്ട് പേസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ബിക്കോസ് അല്ലെങ്കിൽ ഒരു ഈവൻ ഒരു ക്യാരക്ടർ പറയാൻ തന്നെ അത് വർക്ക് ആവത്തില്ല. ഐ ഡി എടുക്കുന്നു. ഐ ഡി വരുമ്പോൾ നമ്മൾ ഹാഷ് കൊടുത്തിട്ട് അതിൻ്റെ ഐ ഡി എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഇൻപുട്ട് ഫീൽഡായി നമുക്ക് ബട്ടൺ ആഡ് ബട്ടൺ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വയറി സെലക്ട് ചെയ്തെടുക്കുന്നു. ഡോക്യുമെന്റ് ഡോട്ട് ക്വയറി സെലക്ടർ. ഇത് നമുക്ക് വേണമെങ്കിൽ അല്ലാണ്ട് മറ്റ് അതായത് ഇപ്പോൾ ഗെറ്റ് എലമെന്റ്സ് ബൈ ഐ ഡി ഇത് വെച്ചിട്ടും കിട്ടും. രണ്ടും സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി കൊടുക്കുമ്പോൾ നമ്മൾ ഐ ഡി മാത്രം മതി, ഈ ഹാഷ് കൊടുക്കണ്ട. ബിക്കോസ് ഡോക്യുമെന്റ് ഡോട്ട് ക്വയറി സെലക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അത് ക്ലാസ് വെച്ച് ക്വയറി സെലക്ട് ചെയ്യാം, ഐ ഡി വെച്ച് ചെയ്യാം, ടാഗ് ഒക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ലൈക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ബട്ടണിന് ആഡ് ടു ഡു എന്ന് കൊടുത്തു. ആഡ് ടു ഡു നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ബട്ടണായി. നമുക്ക് എന്താ വേണ്ടേ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മറ്റേ ടു ഡു ലിസ്റ്റ് കാരണം ടു ഡു ലിസ്റ്റിലേക്കാണ് നമുക്ക് ആഡ് ചെയ്ത് വരേണ്ടത്, അപ്പൻഡ് ചെയ്യേണ്ടത്. അത് ഞാൻ ക്വയറി സെലക്ട് ചെയ്ത് വിളിക്കുന്നു. എന്നിട്ട് ടു ഡു ലിസ്റ്റ് എടുക്കുന്നു, കൊണ്ടേ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എം ടി മെസ്സേജ് ഞാൻ എടുക്കുന്നു. അത് നമുക്ക് ഹൈഡ് ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നു. അതും ഞാൻ കൊടുത്തിട്ടില്ല. നമുക്കൊരു ഐ ഡി കൊടുക്കാം. ഐ ഡി എന്ന് പറയുമ്പോഴത്തേക്കും എം ടി മെസ്സേജ് തന്നെ കൊടുക്കാം. മെസ്സേജ്. അപ്പോൾ അത് റെഡിയായി. അത് ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് വേണ്ട എലമെന്റ്സ് എല്ലാം നമ്മൾ ക്വയറി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഫംഗ്ഷനാലിറ്റി. ബേസിക്കലി നമുക്ക് ഈ ബട്ടൺ ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബട്ടൻ്റെ ഇവന്റ് ലിസ്റ്റ് കൊടുക്കുന്നത്. ഇത് ആഡ് ബട്ടൺ ഡോട്ട് ആഡ് ഇവന്റ് ലിസ്റ്റ്. ക്ലിക്ക്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ബേസിക്കലി ഇത് ഈ ബട്ടൺ ക്ലിക്ക് ആകുമ്പോഴത്തേക്ക് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണ്ടേ, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഒരു LI ടാഗ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പം LI is equal to document dot create element of LI. ഓക്കെ, ഈ ഒരു ലൈൻ ഓഫ് കോഡ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഒരു LI ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നവരെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ലൈൻ ഓഫ് കോഡ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ LI ടാഗ് ലൈനിൽ ഒരു ക്ലാസ് ആഡ് ചെയ്യണം. ആ ക്ലാസിന്റെ പേരാണ് നമുക്ക് എന്താ കൊടുക്കണം, ടു ഡു ഐറ്റം കൊടുക്കാം. ഓക്കെ, കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് LI ടാഗിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു സ്പാൻ കൊടുക്കണം. ഓക്കെ, നമുക്കൊരു പണി, LI ടാഗ് ആദ്യമേ നമുക്ക് LI ടാഗിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു സ്പാൻ ടാഗ് കൊടുക്കണം. ബിക്കോസ് നമ്മൾ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ഒരു സൈഡിൽ വരണം, ടാസ്ക് ഒരു സൈഡ് വരണം, അതിൻ്റെ ഇപ്പുറത്തൊരു ബട്ടൺ വേണം, രണ്ടും ഇൻലൈൻ ആയിട്ട് വേണം. അപ്പോൾ നമുക്ക് സ്പാൻ ടാഗ് കൊടുത്തിട്ട് ഇതേപോലെ ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ്, ഇവിടെ നമ്മൾ സ്പാൻ കൊടുക്കും. അപ്പോൾ സ്പാൻ ടാഗാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി സ്പാൻ ടാഗ് ഡോട്ട് ഇന്നർ HTML ഉദ്ദേശിക്കുന്നത് എന്താ, ഇന്നർ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടാഗിലെ കണ്ടന്റ്, ഇപ്പോൾ ഈ ഒരു പി ടാഗിൻ്റെ ഇന്നർ HTML എന്ന് പറയുന്നതാണ് ഈ ഒരു കണ്ടന്റ്. അപ്പോൾ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്നർ HTML യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഇപ്പം എന്താ നമുക്ക് വേണ്ടത്, ഇന്നർ HTML-നകത്ത് ടു ഡു ഇൻപുട്ട് ഡോട്ട് വാല്യൂ. ബേസിക്കലി നമ്മൾ ഇൻപുട്ട് ഈ ഫീൽഡിൻ്റെ വാല്യൂ അത് നമ്മൾ അവിടെ കാണിക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ LI ടാഗിലേക്ക് നമ്മൾ സ്പാൻ ടാഗിനെ അപ്പൻഡ് ചെയ്യണം, ഡോട്ട് സ്പാൻ ടാഗ്. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ബട്ടൺ വേണം. അത് നമുക്ക് ആഡ് ചെയ്യാം. ഡിലീറ്റ് ബട്ടൺ ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബട്ടൺ കൊടുക്കുന്നു. ഓക്കെ, ബട്ടൺ കൊടുത്തു. ഇനി
നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ബട്ടൺ മറ്റൊരു ഫംഗ്ഷനാലിറ്റി ചെയ്താൽ ഡോട്ട് ആഡ് ഇവന്റ് ലിസ്റ്റനർ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ഒന്ന്, എന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ നമുക്ക് ഡിക്ലെയർ എഴുതണം. ഫംഗ്ഷൻ സോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്, ഈ ഒരു LI ടാഗ് മൊത്തം ഡോമിന്ന് റിമൂവ് ആണ്. LI ഡോട്ട് റിമൂവ്. ഓക്കെ, അപ്പോൾ അത് റെഡി. നമുക്ക് എന്ത് ചെയ്യണം, LI ടാഗിലേക്ക് ചൈൽഡ് ഓഫ് ഡിലീറ്റ് ബട്ടൺ LI ടാഗിലേക്ക് ആഡ് ചെയ്യും. ഇനി നമുക്ക് ലാസ്റ്റ് ഈ LI ടാഗ് ഏതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, ടു ഡു ലിസ്റ്റിലേക്ക്. അപ്പോൾ ടു ഡു ലിസ്റ്റ് ഡോട്ട് append child of LI. ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ ഫംഗ്ഷനാലിറ്റി ഏകദേശം റെഡിയായി. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ബ്രൗസർ ആഡ് ചെയ്തു, ആഡ് കൊടുക്കുമ്പോൾ ആഡായി. ബട്ടൺ നമ്മൾ ഇത് കൊടുത്തില്ല, എന്താ പറയുക, അതിൻ്റെ ഇന്നർ HTML. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ബട്ടൺ ഡോട്ട് ഇന്നർ HTML കൊടുക്കുമ്പോൾ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് നമുക്ക് നോക്കാം, ഡിലീറ്റ് ചെയ്താൽ പോയി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മെസ്സേജ് ഹൈഡ് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ഹൈഡ് മെസ്സേജ് കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് പഠിക്കാമല്ലോ. അപ്പം എന്ത് ചെയ്യണം, empty message dot style dot display equal to, നമുക്കിത് എപ്പോഴാണ് ഇത് കാണിക്കേണ്ടത്, അതായത് ഈ ടു ഡു ലിസ്റ്റിൽ അതിൻ്റെ ഉള്ളിൽ empty ആയിരിക്കുമ്പോഴാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ടു ഡു ലിസ്റ്റ് ഡോട്ട് ഇന്നർ HTML, അത് empty string ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കാണിക്കും. കാണിക്കാനായിട്ട് എന്താ, ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്ത് അത് ഡിസ്പ്ലേ ആകും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേ രണ്ടെന്ന് കൊടുത്ത് ഹൈഡ് ആകും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ വേണം. ബേസിക്കലി ഒരു ബട്ടൺ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ബട്ടൺ ആഡ് ചെയ്തിരിക്കുമ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും, അതുപോലെ ഡിലീറ്റ് ബട്ടൺ ഈ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നോക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ടാസ്ക് കൊടുക്കുന്നു, ആഡ് ചെയ്യുന്നു, കടപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടാസ്ക് കൊടുക്കാം, വാഷ് കാർ കൊടുക്കാം, ആഡ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പം HTML-ഉം ഫങ്ഷനാലിറ്റി എല്ലാം ആയി. ഇനി നമുക്ക് സ്റ്റൈലിംഗ് മാത്രമേ മിച്ചമുള്ളൂ. അപ്പം നമുക്ക് ഇനി അടുത്തത് style.css-ലേക്ക് കിടക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് ബോഡി സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബോഡിയിൽ ആദ്യമേ ബൈ ഡിഫോൾട്ട് ഒരു മാർജിൻ 8 പിക്സൽ കാണും, നമുക്കത് 0 ആക്കാം. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതായത് ബൈ ഡിഫോൾട്ട് വരുന്നതാണ്, അപ്പോൾ നമ്മൾ ആദ്യമേ അത് 0 ആക്കണം. ഇതാണോ 8 പിക്സൽ. അപ്പോൾ നമ്മൾ ബോഡിക്ക് മാർജിൻ 0 ആക്കി, പാഡിങ് 0 ആക്കി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാ പ്രോജക്ട്സിലും ബൈ ഡിഫോൾട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വിത്ത് 100% എടുക്കാം. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 100 VH എന്ന് വെച്ചാൽ വ്യൂ ഹൈറ്റ്. അപ്പോൾ ഇത്രയും വരും. ഇത് നമുക്ക് ഇപ്പോൾ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ലീനിയർ ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ലീനിയർ ഗ്രേഡിയൻറ്റ് എടുത്തു, എന്നിട്ട് ടു റൈറ്റ് ആദ്യം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് കളർ കൊടുക്കണം. ഇതിന് നമുക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് കളർ കൊടുക്കുവാണ്. ഓക്കെ, ഫസ്റ്റ് കളർ കൊടുത്തു. ഇനി ഞാൻ സെക്കൻഡ് കളർ കൊടുക്കാം. ഇവിടെ എന്തോ എററാവും, ഒരു ബ്രാക്കറ്റ് എക്സ്ട്രാ. അങ്ങനെ ലീനിയർ ഗ്രേഡിയൻറ്റ് കളർ വന്നു. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് കാണുമായിരിക്കും, ഇതിപ്പോൾ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ കണ്ടുപിടിക്കാണ്. അതിന് വളരെ സിമ്പിളാണ്. ഗ്രേഡിയൻറ്റ് കളർ ഓപ്ഷൻ ഇത് കൊടുക്കാം. ഈ ഫസ്റ്റ് കാണുന്ന സൈറ്റ് ഉണ്ട് കേട്ടോ, ഇതിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആഡ് ഒരു കളർ കൂടി ഇപ്പോൾ ഇതുണ്ടോ ഇങ്ങോട്ട് കൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ ഇതിപ്പോൾ പച്ചയാക്കണം.
ഇവിടെ കൊടുത്തിട്ട് മഞ്ഞയാക്കാം. സോ എന്നിട്ട് ഇവിടെ ഒരു കളർ കൂടെ ആഡ് ചെയ്യണം. ഇവിടെയൊക്കെ കൊടുത്തിട്ട് നീലാക്കാം. അല്ല, എന്നിട്ട് ഇവിടെ നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാം. ലീനിയർ വേണോ റേഡിയൽ വേണോ എന്നുള്ളത് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതെല്ലാം കണ്ടിട്ട് ഈ കോഡ് ഇവിടെ കിട്ടും. ഇത് നേരെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലീനിയർ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. സംഭവം അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ബോഡി സ്റ്റൈൽ ചെയ്തു. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ബോഡിയിൽ ഈ സാധനം വെർട്ടിക്കലി ഹൊറിസോണ്ടലി കറക്റ്റ് സെൻറ്റർ ചെയ്ത് നിൽക്കണം. അപ്പോൾ അതിനുള്ള ഏറ്റവും എളുപ്പമാണ് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുക, അലൈൻ ഐറ്റം സെൻറ്റർ, ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ. കേട്ടോ, അലൈൻ ഐറ്റം സെൻറ്റർ കൊടുത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് വെർട്ടിക്കലി സെൻറ്റർ ആവും. ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുക്കുമ്പോഴാണ് ഹൊറിസോണ്ടലി സെൻറ്റർ ആകുന്നത്. ഇപ്പോൾ ഞാൻ ഇത് കമൻറ്റ് ചെയ്ത ഇതാണ്. അപ്പോൾ ഇത് വെർട്ടിക്കലി മാത്രമേ സെൻറ്റർ ആയുള്ളൂ. ഹൊറിസോണ്ടലി ആവണമെങ്കിൽ നമ്മൾ അതും കൂടി കൊടുക്കണം. ഇത് ഒരുപാട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ 3 ലൈൻ ഓഫ് കോഡ്. എസ്പെഷ്യലി നമുക്ക് സെൻറ്റർ ചെയ്യാൻ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് വരും. അതായത് പല പ്രോജക്ട്സിലും നമുക്ക് സെൻറ്റർ ചെയ്യേണ്ട ഇഷ്ടം പോലെ വരും. അപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു 3 ലൈൻ ഓഫ് കോഡ്. അപ്പോൾ അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? ടു ഡു കണ്ടെയ്നർ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അതിന് എന്ത് ചെയ്യണം? ഒരു വിഡ്ത്ത് ഒരു 90% കൊടുക്കാം. വിഡ്ത്ത് 90% കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വൈറ്റ് കൊടുക്കാം. ഓക്കെ, വിഡ്ത്ത് 90% വെച്ചാൽ ഈ ബോഡിയുടെ എത്രയാണ് വിഡ്ത്ത് അതിൻ്റെ 90% എടുക്കും. ഇനി നമുക്കൊരു മാക്സ് വിഡ്ത്ത് ഒരു 400 പിക്സൽ കൊടുക്കാം. സോ ബേസിക്കലി നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ബോഡിയുടെ വിഡ്ത്ത് എടുക്കും 90% എടുത്തിട്ട് 400 താഴെയാണെങ്കിൽ 90%, 400 മുകളിൽ വരുവാണ് 400 ആയിരിക്കും. ബേസിക്കലി നമ്മൾ അതിൻ്റെ മാക്സ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതാണ്. ഇതാണല്ലോ. ഓക്കെ, നമുക്ക് ബോർഡർ റേഡിയസ് ഒരു 16 പിക്സൽ കൊടുത്ത് ബോർഡർ റേഡിയസ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഈ എഡ്ജസ് ഒക്കെ റൗണ്ടഡ് ആയി വരും. ഈ ബോർഡർ റേഡിയസ് നമ്മൾ 50% കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് സർക്കിൾ കിട്ടും. ഹൈറ്റും വിഡ്ത്തും സെയിം ആണെങ്കിൽ പെർഫെക്റ്റ് സർക്കിൾ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താ? ഒരു ബോക്സ് ഷാഡോ കൊടുക്കാം. ബോക്സ് ഷാഡോ കൊടുത്തിട്ട് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിത് കഴിഞ്ഞിട്ട് ഇത് വെച്ചൊന്ന് നോക്കാം. ഈ വാല്യൂസ് ഒക്കെ ഒന്ന് മാറ്റി എന്താ സംഭവിക്കുന്നുള്ളത് നോക്കാം. ആൻഡ് വീണ്ടും ചെയ്ത് നോക്കിയാൽ പയ്യെ നമുക്കിത് മനസ്സിലായി തുടങ്ങും. പിന്നെ അതുപോലെയാണ് പാഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിലത്തെ സ്പേസ് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഈ ഒരു കണ്ടന്റ് ഈ എഡ്ജിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. അപ്പം നമുക്കൊരു ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് കൊടുക്കണമെങ്കിലാണ് നമ്മൾ പാഡിങ് കൊടുക്കുന്നത്. പാഡിങ് ഇപ്പോൾ ഒരു 20 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ടു ഡു കണ്ടെയ്നർ സ്റ്റൈൽ ചെയ്തു. ഇനി നമുക്ക് വേണ്ടതാണ്, ഇനി നമുക്ക് സ്റ്റൈൽ ചെയ്യുന്ന ഏതാ? ടു ഡു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ തന്നെ H1. ഓക്കെ, ആദ്യം നമുക്കൊരു ഫോണ്ട് സൈസ് ഒരു 30 പിക്സൽ കൊടുക്കാം. മാർജിൻ ബോട്ടം 10 പിക്സൽ. പിന്നെ ടെക്സ്റ്റ് അലയൻസ് സെൻറ്റർ ചെയ്യാം. ടെക്സ്റ്റ് കളർ, ഈ കളർ എന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ ഫോണ്ടിന് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ H1 ടാഗ് ചെയ്തു. ഇനി നമുക്ക് ഇൻപുട്ട് കണ്ടെയ്നർ നമ്മൾ ടു ഡു എടുക്കാം. ടു ഡു ഇൻപുട്ട് കണ്ടെയ്നർ എടുക്കുന്നു. അത് ഒരു അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടു ഡു കണ്ടെയ്നറും കൂടി ഇതും കൂടി നമുക്ക് ആദ്യം കൊടുക്കാം. ബേസിക്കലി സംഭവിക്കുന്നത് ടു ഡു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വരുന്ന ടു ഡു ഇൻപുട്ട് കണ്ടെയ്നറിനാണ് നമ്മളിപ്പം സ്റ്റൈൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. ആൻഡ് ഗ്യാപ്പ് ഒരു 10 പിക്സൽ. ഗ്യാപ്പ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കൂടും. എന്നിട്ട് ഒരു മാർജിൻ ബോട്ടം
അതൊരു 20 പിക്സൽ കൊടുത്തു. ഇനി നമുക്ക് അടുത്താണ് അതിൻ്റെ നമ്മുടെ ഇൻപുട്ട് ടെക്സ്റ്റ് ഫീൽഡ്. അപ്പോൾ നമ്മൾ ഇത് കോപ്പി ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഈ ഡോട്ട് കൊടുക്കുന്നത് വെച്ചാൽ ക്ലാസ് നെയിം വരുമ്പോഴാണ് ഡോട്ട് കൊടുക്കുന്നത്. ഇൻ കേസ് ഐ ഡി വരികയാണ് ഹാഷ് വരും. ടാഗ് വരുമ്പോഴാണ് നമ്മൾ ഇൻപുട്ട് തന്നെ എത്തുള്ളൂ. ഈ ടാഗ് ബോഡിയും ബോഡി ടാഗാണ്, അതുകൊണ്ട് നമ്മളത് നേരെ ഇട്ടുന്നത്. ഇൻപുട്ട് കൊടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാഡിങ് 10 പിക്സൽ കൊടുക്കുന്നു. അത് ഒരു ബോർഡർ കൊടുക്കണം, ബോർഡർ 2 പിക്സൽ സോളിഡ്. പിന്നെ അതിൻ്റെ കളർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ കളർ തന്നെ കൊടുക്കും. ഓക്കെ, ഇതായി. നമുക്കൊരു ഫോൺ സൈസ് ഒരു 14 പിക്സൽ. ഓക്കെ, അതുപോലെ ഔട്ട്ലൈൻ എന്ത് ചെയ്യുക, ഔട്ട്ലൈൻ ആണെന്ന് കൊടുക്കുക, ഫ്ലെക്സും 1 കൊടുക്കുക. ഓക്കെ, അപ്പം അത് റെഡിയായി. ഇനിയിപ്പം ഉള്ളതാണ് നമുക്ക് ബട്ടൺ. ഓക്കെ, അപ്പം നമുക്ക് ഇത് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ബട്ടൺ. ബട്ടൺ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത്. കളർ കൊടുക്കുന്നതിന് ഉള്ളിലത്തെ ടെക്സ്റ്റിനാണ് നമ്മൾ കളർ പോകുന്നത്. കളർ കൊടുക്കും. ഇനി കളറിന് കൊടുക്കുമ്പം അതിൻ്റെ ടെക്സ്റ്റ് വൈറ്റായി. എന്നിട്ട് അതിൻ്റെ ബോർഡർ നമ്മൾ നണ്ണ് കൊടുക്കണം. ബോർഡറില്ല, ബോർഡർ റേഡിയസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 8 പിക്സൽ ഉണ്ട്. അപ്പോൾ സൈഡൊന്നും എല്ലാ എഡ്ജസും ഉരുണ്ട് വരും. പിന്നെ നമ്മൾ പാഡിങ് കൊടുക്കുകയാണ്. പാഡിങ് കൊടുക്കുമ്പോഴത്തേക്കും 10 പിക്സലും 20 പിക്സലും. 10 പിക്സൽ എന്ന് പറയുമ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടവും, 20 പിക്സൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റും. ഓക്കെ, അത് വന്നു. പിന്നെ നമുക്കൊരു ഫോൺ സൈസും ഇതും ഒരു 14 പിക്സൽ കൊടുക്കാം. ആൻഡ് കേഴ്സറിന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു യൂസർ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേഴ്സർ പോയിന്റർ ആക്കുന്നത്. ഏറ്റവും നമ്മുടെ കൈഡ് ബേസിക്കലി ഇത് ക്ലിക്ക് ചെയ്യാനുള്ളതാണ്. നമ്മളൊരു എന്താ പറയുക, അറിയിക്കുന്ന പോലെ ഉള്ളൂ. യൂഷ്വലി നമ്മളതൊരു എന്താ പറയുക, അതൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, യൂസർ എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഇനി നമുക്ക് ഈ ബട്ടണിൽ നമ്മൾ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനെ കളർ മാറണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബട്ടൺ എടുക്കുന്നു, എന്നിട്ടൊരു ഹോവർ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറില്ല. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേറെ കളർ കൊടുക്കാം, ഓറഞ്ച് കൊടുത്ത്. നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ എന്ത് കണ്ടോ, ഇത് ഓൺ സ്പോട്ടിലാവുന്നത്. അപ്പം നമുക്കൊരു ചെറിയൊരു ഡിലേ കൊടുക്കാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻ എന്ത് പ്രോപ്പർട്ടിയാണ് മാറുന്നത്, ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ഒരു 0.3 സെക്കൻഡ്സ് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാം, കുറച്ച് പയ്യെ ഈ 0.3 സെക്കൻഡ്സ് എടുത്ത് മാറത്തുള്ളൂ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 2 സെക്കൻഡ് ആക്കിയെന്ന് വെച്ചോ, നോക്കട്ടോ, അത്ര സമയം എടുത്താണ് മാറുന്നത്. അപ്പം അതൊരു കുറച്ച് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഇപ്പം നമ്മൾ ബട്ടണായി. ഇനിയിപ്പം ഈ ടു ഡു ലിസ്റ്റാണ് നമുക്കുള്ളത്. ഓക്കെ, ടു ഡു ലിസ്റ്റ്, ടു ഡു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ടു ഡു ലിസ്റ്റ് വരും. ഓക്കെ, അപ്പം നമുക്ക് കൊടുക്കാം. ഹാഷ് കൊടുക്കാം, ഹാഷ് ടു ഡു കണ്ടെയ്നർ. ഓക്കെ, ഇപ്പം അത് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതുണ്ടോ ഈ ബുള്ളറ്റ്, ഇത് നമുക്ക് കളയാൻ എന്ത് ചെയ്യണം എന്നറിയാം, ലിസ്റ്റിംഗ് സ്റ്റൈൽ ഇത് നണ്ണ് കൊടുക്കാം. ഇനി നമുക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസ്റ്റിംഗ് സ്റ്റൈലിലാക്കി ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു പാഡിങ് വരും. ഈ എന്താ പറയുക, ഈ നമ്മുടെ ഈ ടാഗ്, അതായത് അൺനോഡഡ് ലിസ്റ്റ് ടാഗിൻ്റെ പാഡിങ് നമുക്ക് എടുത്ത് കാണണം. പാഡിങ് മാർജിനുണ്ട്. അപ്പോൾ പാഡിങ് 0, മാർജിൻ 0 അത് പറഞ്ഞു.
നമുക്ക് അടുത്ത് നമുക്കിനി ടു ഡു എടുക്കാം. ടു ഡു ഐറ്റം കൊടുത്തു, കണ്ടെയ്നർ കൊടുത്ത് ടു ഡു ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ടു ഡു ഐറ്റം പോയി, യെസ്, ടു ഡു ഐറ്റം എടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. ടു ഡു ഐറ്റത്തിൽ നമുക്ക് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ. ഓക്കെ, ഇത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ ഈ ഒരു ഡിഫിൻ്റെ ഉള്ളിൽ 2 എലിമെൻറ്റ്സ് ഉണ്ട്. അത് രണ്ടും മാക്സിമം എത്രത്തോളം അകന്ന് നിൽക്കാമോ അതിനാണ് ഈ ഡിസ്പ്ലേ ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. സെൻറ്റർ കൊടുത്ത് ടുവേർഡ് സെൻറ്റർ ആയിട്ട് അകന്നിരിക്കും. ഇതെന്ന് വെച്ചാൽ സ്പേസ് ബിറ്റ്വീൻ വെച്ചാൽ അതിപ്പം 3 എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ 3ൻ്റെ ഇടയ്ക്ക് മാക്സിമം സ്പേസ് വരുന്ന രീതിയിൽ അത് നിൽക്കും. എന്നിട്ട് അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുക്കുന്നു. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും. ഇനി പാഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെച്ചാൽ ഉള്ളിലുള്ള സ്പേസ് കൂട്ടാനായിട്ട്. ഓക്കെ, അതൊരു ഭംഗി വരും. എന്നിട്ട് നമ്മൾ മാർജിൻ ബോട്ടം കൊടുത്തില്ല എന്താ സംഭവിക്കുക വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ ഇത് ഇവിടെ നമുക്ക് വേറൊരു ഇവിടെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാം, ബൈ ഗ്രോസറി കൊടുത്തു, ആഡ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി, ഇത് തമ്മിൽ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്കൊരു മാർജിൻ ബോട്ടം കൊടുക്കും. മാർജിൻ ബോട്ടം നമുക്കൊരു 10 പിക്സൽ. ഇനി നമുക്കൊരു ബോർഡർ റേഡിയസ് എഡ്ജസ് ഒക്കെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. 8 പിക്സൽ. അതിനിടയിൽ ഇനിയിപ്പോൾ ഒരു ബോക്സ് ഷാഡോയും കൂടെ കൊടുത്താൽ അത്യാവശ്യം സ്റ്റൈലിങ് ഓക്കെ ആയിട്ടുണ്ട്. 8 പിക്സൽ. നമ്മളത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും സ്പാൻ ടാഗ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്പാൻ ടാഗ് കൊടുക്കാം. സ്പാൻ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സ് 1 കൊടുക്കാം. ഓക്കെ, ഫ്ലെക്സ് 1 കൊടുത്തു. ഇനി നമുക്ക് ബട്ടണും കൂടി സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇല്ല. ബട്ടണും നമ്മുടെ മറ്റേ എം ടി ടെക്സ്റ്റ് രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിൽ ബട്ടൺ കൊടുക്കണം. ബട്ടൺ, എന്നിട്ട് ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു, ഈ കളർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ടെക്സ്റ്റിന് നമ്മൾ വൈറ്റ് കൊടുക്കുന്നു. ബോർഡർ നേരത്തെ ചെയ്തു പോലെ ബോർഡർ എണ്ണാക്കുന്നു. എന്നിട്ട് ബോർഡർ എഡ്ജസ് റൗണ്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 8 പിക്സൽ കൊടുക്കുന്നു. പാഡിങ് മുകളിലും താഴെയും 5 പിക്സലും ലെഫ്റ്റും റൈറ്റും 10 പിക്സലും. കഴ്സർ പോയിന്റർ നേരത്തെ ചെയ്ത് അതേ സംഭവം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ഒരു ട്രാൻസിഷൻ കൊടുക്കാം. ഓക്കെ, ത്രീ സെക്കൻഡ്സ് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഓവർ എവറിത്തിങ് കളർ മാറണം. ഓക്കെ, എന്താ വരുന്ന ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്തൊക്കെ മാറ്റാം. ഓക്കെ, അതായി. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ ടു ഡു ഐറ്റം അതെവിടെ കിടക്കും നോക്കട്ടെ. നേരിട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് എം ടി ടെക്സ്റ്റ് ഇതെടുക്കാം. ഇതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഹാഷ് കൊടുക്കാം. നമുക്ക് ടു ഡു കണ്ടെയ്നർ
എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫോണ്ട് കൊടുക്കാം. ഫോണ്ട് ഒരു ആദ്യം ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുക്കാം. സെൻറ്ററായിട്ട് വരും. നമുക്ക് കാണുന്ന ഒരു പണി ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ കാണാമല്ലോ. ഓക്കെ, നടുക്ക് വന്നു. ഇനിയിപ്പോൾ ഉള്ളത് കളർ. കളറൊന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റൈലിങ് കംപ്ലീറ്റ് ആയി. റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഇത് വേണം ഫുൾ സ്ക്രീൻ ആക്കാം. കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഇനി നമുക്ക് എന്താ വാഷ് കാർ കൊടുക്കാം. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് താഴെ വന്നു. ഇനി നമുക്ക് ആക്ച്വലി ഒരു ഫംഗ്ഷനാലിറ്റി വിട്ടുപോയി. ബേസിക്കലി നമ്മൾ വാഷ് കാർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇത് പിന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് സ്ക്രിപ്റ്റിൽ പോവുക. നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വാല്യൂ നമുക്കതിനെ വ്യത്യാസപ്പെടാം. ഇപ്പോൾ ഒന്നും നോക്കാം. വാഷ് കാർ കൊടുത്തു, ആഡ് ചെയ്യുമ്പോൾ കേട്ടോ അത് പോയി. ഇനി നമുക്ക് അടുത്തത് ഒരു എന്താ പറയുക ബൈ ഗ്രോസറി കൊടുത്തു. ഇനി പേ ബിൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത് പോയി, ലാസ്റ്റ് ഇതും പോയി. സോ ഇതാണ് ടു ഡു ലിസ്റ്റ്. അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഈ കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാനായിട്ടാണ്. അതിന് സ്റ്റൈൽസിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും ഈ പല CSS പ്രോപ്പർട്ടീസും പിന്നെ ഈ ജാവാസ്ക്രിപ്റ്റിലും വളരെ സിമ്പിളാണ്, എന്നാലും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതെല്ലാം നിങ്ങൾ നോക്കുക. ആദ്യം ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. സെക്കൻഡ് ടൈം ഇതല്ലാണ്ടും ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ചോദിച്ച് എന്തെങ്കിലും ഇഷ്യൂസോ എവിടെയെങ്കിലും ബ്ലോക്കായി നിൽക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ആൻഡ് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാം.